ഗായ്സ്, എല്ലാവർക്കും D4 ഡാന ബ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇപ്പൊ നമ്മൾ എന്തിനാ വന്നത്? അവര് പറയും എന്തിനാ വന്നേ പറ. ഹാപ്പി ബർത്ത്ഡേ ആണ് ഗായ്സ്. നാളെ ദാറ്റ് മീൻസ് ഇന്ന് നൈറ്റിൽ 12 മണിക്ക് തുടങ്ങും അല്ലേ? അപ്പൊ എന്തായാലും അതെ, ജൂലൈ 4-ാം തീയതി. അപ്പൊ എന്തായാലും ബർത്ത്ഡേ എന്നെ പോലെ വന്നിട്ട് അലഞ്ഞ് മടുത്ത് വീട്ടിൽ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് നിൽക്കാൻ നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഇന്ന് ജൂലൈ 3-ാം തീയതി നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. വാച്ച് ചത്ത് കിടക്കുവാണ്. ആവേശമാകുന്നുണ്ട്. നോക്ക്, നമ്മൾ ബത്തേരി എത്തി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഗായ്സ് മോസ്റ്റ് മഴയാണ്. ഇപ്പൊ നമ്മൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഭയങ്കര മഴയാണ്, മോസ്റ്റ് മഴയാണ് കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മളിന്ന് പങ്കിന് കേക്ക് വാങ്ങാൻ പോവാണ്, പങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. എന്തായാലും നമ്മള് ഓട്ടോ കട നമ്മള് വാങ്ങൂല. അയ്യോ, ചിരിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മളെ കണ്ട് എല്ലാരും ചിരിക്കുവാണ് ഗായ്സ്. നമ്മള് ചിരിച്ചിട്ട് യൂണിഫോം ഓട്ടോ സ്വഭാവം ഓട്ടോ. അതെ, എല്ലാം ഈ കൊച്ചിന് എന്ന് മൂക്കുത്തി എടുക്കാനാണ് അമ്മ സമയം. അമ്മേന്റെ ഗിഫ്റ്റ് ആട്ടോ. എന്റെ ദൈവമേ, എന്റെ ഗിഫ്റ്റ് കിട്ടിയില്ലല്ലോ. എന്റെ ഗിഫ്റ്റ് അങ്ങനെ നാളെ അല്ല, ഇന്ന് രാത്രിക്ക് നമ്മള് കേക്ക് കട്ട് നമ്മൾ ആദ്യമായിട്ടാണ് 12 o'clock കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? അന്നും അല്ലേ? അതെ അല്ലേ മമ്മേ? അതെ. എന്റെ ഗായ്സേ, എന്റെ ബർത്ത്ഡേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫുള്ള് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മോസ്റ്റ് ആക്കി അല്ലേ? ഹലോ, മഴ ഇപ്പൊ പോകുകയും അമ്മ പുറത്തിറങ്ങിയുണ്ടല്ലോ. ചെവിയില്ല, കൽപ്പറ്റയിൽ കൊണ്ടുവിട്ടാ മതി പുറത്തിറങ്ങി. മമ്മ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ മമ്മേനോട് പറയുന്ന ഒന്നും കേൾക്കില്ല. പൊട്ടനായിട്ട് അതിലും തിരിഞ്ഞു നടക്കും. ഇപ്പൊ തന്നെ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് മഴ പെയ്തിട്ട് വന്ന് നിന്ന കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അമ്മ വരുന്നില്ല, വാവാറ്റ വരുന്നില്ല. എന്നെ അങ്ങോട്ട് വിളി, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചോളൂ. ആണോ ഗായ്സ്? നമ്മുടെ ഗായ്സ്, അപ്പൊ നമ്മുടെ മലബാർ ഗോൾഡിന്റെ സെക്യൂരിറ്റി അങ്കിൾ വന്ന് നമ്മളിവിടെ സെൽഫി എടുത്തിട്ട് പോയി. വാ, എന്താണ് കാണുന്നത്? ബർത്ത്ഡേ നമ്മളെ എല്ലാവർക്കും അറിയാം. നമുക്ക് ആരും അറിയില്ല. അതാണ് ഒരു കാര്യം. ഹലോ, എന്തേലും പറയാനുണ്ടോ? കാരണം ബാബാറ്റ വളരെ ക്ഷീണയാണ്. നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസമാണല്ലോ. കുഞ്ഞാച്ചനെ കണ്ട് താത്തി വെച്ചാൽ ഞങ്ങള് കളിച്ചാട്ടോ. പൂജനെ കണ്ണുപോയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഭയങ്കര പ്രസ്സായി പോയി. കണ്ണെന്തെങ്കിലും മാറ്റം ഉണ്ടോ? അന്ന് ഗ്ലൂക്കോസ് വാങ്ങാൻ കടയിൽ അതെ. തളർന്നുറങ്ങി വാവാറ്റ. ബാക്കി പാട്. ക്ഷീണിതയായൊരു വാവാറ്റ, മൃദുല ഹൃദയത്തിൻ ഉടമേ, മഴയത്തേക്ക് ഇറങ്ങി കളിക്കാം. മതിയോ? ബത്തേരിയില് മഴ തകർത്ത് വേണം. ഇറങ്ങിയ വേണം മഴ കിട്ടുന്നുണ്ടോ? അത് ആവേശം കാണാൻ വന്നിട്ട് ഞങ്ങള് മഴയത്ത് ഞങ്ങളിവിടെ ഹലോ ഷോർട്സ് എടുത്തത് പോയ പോലത്തെ മഴയായിരുന്നു അന്ന് അല്ലേ? അന്ന് ഈ ക്യാമറ ഉണ്ടായിരുന്നു. ഞാൻ ബത്തേരിയും നിന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് പേടിയായിരുന്നു ക്യാമറ വെള്ളത്തിലിറക്കാൻ. പക്ഷെ ഇപ്പൊ ധൈര്യം ഉണ്ട്. നമ്മുടെ നഗരം, വൃത്തിയുള്ള നഗരം ബത്തേരി. വാവ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗായ്സ്. ചെയ്യരുത്, നമ്മള് പീ ചെയ്യരുത്, പൂപ്പ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് ബത്തേരി ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി, ഗാർഡൻ സിറ്റി, ഫ്ലവർ സിറ്റി, ബത്തേരി സുൽത്താൻ ബത്തേരിയാണ്. മഴ സിറ്റി. ഇപ്പൊ മഴ സിറ്റി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു നീറ്റാണ്, ഭയങ്കര നീറ്റാണ്, മോസ്റ്റ് നീറ്റാണ്. ഒന്നും പറയാ ഞങ്ങളെ പോലെ. അതെ, ഒരു കടലാസോ ഒരു സ്മെല്ലോ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ ക്യാമറ കൊടുത്തിരിക്കും ചൂടായിട്ട്. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ഗായ്സ്, അപ്പൊ ഒരു കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടല്ലേ, നമ്മളന്ന് ഹലോ ആവേശം കാണാൻ വന്നപ്പോ ഇതേപോലത്തെ മഴയായിരുന്നു, കാറ്റും. ഞങ്ങള് വന്നിറങ്ങി ഇപ്പം ഇതേപോലെ. ഇപ്പൊ നമ്മള് വന്നിറങ്ങിയപ്പോഴല്ലേ മഴ. അങ്ങനെ ഞങ്ങൾ ആ മഴയും കാറ്റും മഴയും കാറ്റും അടിച്ച് നമ്മള്
തിയേറ്ററിനുള്ളിൽ പോയി നനഞ്ഞൊരു സിനിമ കൊണ്ട് ഉണങ്ങി പുറത്തേക്ക് വന്നു. അമ്മയോട് പറഞ്ഞു അമ്മച്ചി സാരി ഉടുക്കണ്ട, ചുരിദാർ ഇട്. സാരി ഫുൾ നനഞ്ഞ് സാരി വേണ്ട ഒന്നും പറയില്ല. എന്നിട്ട് അങ്ങനെ എന്താ ആയത്, നനഞ്ഞ് തിയേറ്ററിൽ ഇവിടുന്ന് സിനിമ വിറച്ച് കണ്ടു. അന്ന് ഈ ക്യാമറ ഉണ്ടായിരുന്ന ബത്തേരി കത്തും. കാരണം നമ്മള് അന്ന് ഞങ്ങൾക്ക് ആവേശമായിരുന്നു, എല്ലാം കൊണ്ടും ആവേശം. അത് നമ്മൾ ഷോർട്സ് ആവേശിട്ടുള്ളൂ. എന്റെ ഫോണൊക്കെ വെള്ളം വീണിട്ട് ഓൺ ആവാതെ വരെ പോയിട്ടുണ്ടായിരുന്നു. ആവേശിക്കും. അപ്പൊ നമുക്കിനി നമ്മുടെ ബർത്ത്ഡേ ഇല്ലടാ താടിയെ വലിച്ചു പൈങ്കിളിക്ക് എന്താ മകന്റെ മീശ പന്നിമൂക്ക് പിടിച്ച് നേരെ അയ്യോ പൊണ്ണമൂക്കോ ചേർന്നല്ലോ. നമുക്ക് ആ മൂക്കുത്തിക്കടയിലേക്ക് ആദ്യം പോകാറുന്നല്ലോ അവിടെ ഗായ്സ്. അപ്പൊ ഇനി മഴ, അയ്യോ എന്തൊരു കഷ്ടമാണോ, ഇനിയിപ്പോ മഴ കഴിയാതെ നമുക്ക് പോകാൻ പറ്റില്ല ഗായ്സ്. അപ്പൊ നമുക്ക് നമ്മുടെ പങ്കന്റെ ബർത്ത്ഡേ അടിപൊളിയാക്കണ്ടേ, എന്തായാലും അടിപൊളി മോസ്റ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് പോകേണ്ടത് കേക്ക് വാങ്ങാൻ പോകണം, കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഞാൻ ഋഷി ശൃംഗനാണ്, പക്ഷെ കാറ്റടിച്ച മുടി ഭയങ്കര സീനായിരുന്നു. അങ്ങ് പോട്ടെ, എന്തായാലും നമുക്ക് എന്താക്കാം, ഓൺ ദ വേ വീട്ടിലേക്ക് കിടക്കാം അല്ലേ. ഹാപ്പി ബർത്ത്ഡേ പങ്ക, ഹാപ്പി ബർത്ത്ഡേ പങ്ക, ഹാപ്പി ബർത്ത്ഡേ ഗായ്സ്. നമ്മെ പങ്കൻ കോഴിക്കുഞ്ഞായി നമ്മൾ കണ്ടത്. കുഞ്ഞേ കുഞ്ഞേ കോഴിക്കുഞ്ഞി കുഞ്ഞി പങ്കം പണ്ട് പങ്ങന്റെ ഒരു പൂവൻകോഴി ഉണ്ടായിരുന്നു. അതിന് വേണ്ടി പങ്ങൻ പാട്ട് എഴുതി രചിച്ച് എല്ലാം സ്ക്രിപ്റ്റ് എഴുതി വെച്ച പാട്ടാണ്. 1 2 3 സ്റ്റാർട്ട്. പങ്ങൻ പാടേ കുഞ്ഞച്ചയിലാണേ. എടാ കോഴികളല്ല, പങ്ങന്റെ കോഴിക്കുഞ്ഞിന്റെ പാട്ടാണ് ഗായ്സ്. മമ്മേന്റെ പഴയൊരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ മമ്മ പങ്ങൻ എഴുതിയ പാട്ട്, ഞാൻ എഴുതിയ പാട്ട്, കോഴിനെ വരച്ച് ഞാൻ കോഴിനെ വരച്ചോലെ ആരും വരച്ചിട്ടുണ്ടാവില്ല. 4 കാലം കോഴി. ആ ചേച്ചി നിങ്ങൾ നമ്മളെ നോക്കി നിന്നിട്ട് നമ്മളെ കണ്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ഓടിക്കാൻ പറ്റില്ല, നടക്കുന്നവർക്ക് നടക്കാൻ പറ്റില്ല. അതെ, ആദ്യം സ്വന്തം കോൺസെൻട്രേറ്റ് ചെയ്യണം. അയ്യോ ഗായ്സ്. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാ, ഈ മഴ നോക്ക്, ഞാൻ എൻ്റെ പുതിയ ജീൻസാണ്, പുതിയ ഷൂ ആണ് തന്നെ. ഇനിയിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഫുള്ള് നനയില്ല ഈ മഴത്തിട്ടിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരത്തില്ല. നോക്ക്, കാറിലേക്ക് വെള്ളത്തിൽ വീഴുന്നുണ്ട്, അതൊക്കെ മേത്തേക്ക് തെറിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ. ഇപ്പൊ വാ ഗായ്സ്, ലെറ്റ്സ് ഗോ. ഞങ്ങൾ മുഴുവൻ നനഞ്ഞു നടക്കുകയാണ്. ബത്തേരി ടൗണിലാണ്. ചെറുതായിട്ടൊന്ന് മഴ പെയ്താൽ പിന്നെ പുഴയാവും. സ്പെഷ്യാലിറ്റി ഞങ്ങൾക്കാണേലോ ആകെ അവസ്ഥയാണ് കേട്ടോ. കുടയൊക്കെ കൂട്ടി വിടുന്നുണ്ടോ? ഇത് ബാക്കിൽ 2 പേര് വരുന്നുണ്ട് ഗായ്സ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് പത്മശ്രീ കടയിൽ പോകാനാണ് പറയുന്നത്. അയ്യോ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നിങ്ങൾ കയറി, ഞങ്ങൾ വന്നോളാം. അത് പിടിച്ചോ, പിടി. ഇവിടെ കയറിക്ക്. അമ്മതേ പോയിടാ, അമ്മേൻ്റെ കൂടെ ആരും പോയില്ല. ആദ്യം ചെല്ലും അമ്മേൻ്റെ കൂടെ. നിങ്ങൾ പോയാൽ എനിക്ക് പോകാം. ഒന്ന് പോകും പ്ലീസ്. പത്തഞ്ചുള്ളി പടാച്ച് തന്നു പറഞ്ഞാൽ മതി. ഗായ്സ്, അപ്പം നമ്മൾ പത്മശ്രീ എന്ന് പറഞ്ഞ കടയിലെത്തിയിട്ടുണ്ട്. അവിടെ പോയി നമ്മുടെ ബർത്ത്ഡേ ഗേൾ നമുക്ക് ഡ്രസ്സ് നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. സോ സാഡ്, അപ്പം അങ്ങനെ ഡ്രസ്സ് കിട്ടുന്നില്ല ഗൈസ്. കൊച്ചിനെ ഇതുപോലത്തെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കൊച്ചിനെ കണ്ണിന് പിടിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എടുക്കൽ നടക്കും തോന്നുന്നില്ല. എല്ലാം 300. നമ്മൾ അവിടുന്ന് ഡ്രസ്സൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ എൻ്റെ കടയല്ല ശുഭം. എടാ, ചിലപ്പോൾ നിന്റെ ഡ്രസ്സ് വേറെ കട നിനക്ക് വേണ്ടി നോക്കിയിട്ടുണ്ടാവും. ബ്ലൂം റോസും ഇഷ്ടമായിരുന്നു, പക്ഷേ അതിന് വില ഇത്തിരി കൂടുതലാണ്. അതിൻ്റെ അതേ ഡിസൈൻ തന്നെയല്ലേ അവിടെ വരുന്നത്, അതേ ഇത് തന്നെയാണ്. മെറ്റീരിയലിൻ്റെ ആയിരിക്കും, അറിയില്ല. എന്തായാലും പങ്കനുള്ള ഡ്രസ്സ് നമ്മൾ അടുത്തെടുക്കാൻ വേണ്ടി ഇനി അടുത്ത കടകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് പങ്കൻ നമ്മൾ അടുത്ത കടയിലേക്ക് പോവുകയാണെ. പിന്നെ മഴ മുഴുവനും തപ്പുമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എൻ്റെ കാര്യമില്ല. നിന്റെ കാര്യത്തിന് എന്താ ഇത്ര കുഴപ്പം?
അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എവിടുന്നായാലും ഗൈസ് തപ്പി പിടിക്കണ്ടേ? എത്ര കട നോക്കണ്ടെന്നാലും. എടാ, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാനാണ് ഇത്രയും കടകളുള്ളത്, അറിയോ? അത് കാര്യം. നമുക്ക് ഇഷ്ടമുള്ളത് ഏത് കട കളക്ഷൻസും ഗൈസ് അധികം ഉണ്ടായിരുന്നില്ല. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നടക്കാം ഗൈസ്. നമ്മൾ നെക്സ്റ്റ് ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഓ, കുട വെക്കേണ്ട സ്ഥലം അവിടെ ഉണ്ട്. കുട ഗൈസ്, നമ്മൾ ഏത് കടയിൽ കയറി, നമ്മൾ ഓരോ കടയിലും കയറി കുടയിലെ വെള്ളം കളയില പരിപാടി. ഓരോ കടയിലും കയറി കുടയിൽ ഗൈസ്. നമ്മളിത് അടുത്തൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇത്ര നാളെ പോകുമ്പോൾ ഈ കട ജസ്റ്റ് നോക്കുന്നുണ്ടാകുന്നുള്ളൂ. ഈ കടയിൽ കയറി നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈം ആണെന്ന് ഗൈസ് എനിക്ക് തോന്നുന്നത്. അവിടെയാ അല്ല ജീൻസൊക്കെ പൊക്കി വെച്ചല്ലേ, എൻ്റെ ജീൻസ് നനയും. അപ്പോൾ നമുക്ക് നോക്കാം അപ്പം അങ്ങനെ ഡ്രസ്സ് കിട്ടുമെന്ന്. ഇത് തന്നെയല്ലേടാ അവിടെ കണ്ടേ? ഇത് അവിടെ കണ്ടത് എല്ലായിടത്തും ഡ്രസ്സാണ്. അപ്പം നമുക്ക് നോക്കാം കൊച്ചിന് ഇഷ്ടപ്പെട്ടത് കിട്ടുമാന്ന്. ഭയങ്കര എത്ര കട കയറുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. സെക്കൻഡ് കട ഔട്ട്. ഇനി നമുക്ക് അടുത്ത തേർഡ് കടയിലേക്ക് പോകാം. കുടയിലെ വെള്ളം കറയാൻ ഞങ്ങൾ ഓരോ കടയിലും കയറുവാണ് ഗൈസ്. അവിടെ നിനക്ക് ഇഷ്ടമുള്ള വാങ്ങുന്നില്ല, പക്ഷെ ഞാൻ ഇഷ്ടമില്ലാത്ത ഞാൻ എടുക്കില്ല. ഞാൻ ഉറപ്പിച്ച അല്ല, അപ്പം അങ്ങനെയല്ലേ ഇടുന്നേ. മോഡലൊന്നും പറയാൻ പറ്റില്ല. അയ്യോ, അതത്രേ ഉള്ളൂ ഗൈസ്. അമ്മ ഈ കുടയൊന്ന് നിവർത്തി തരുമോ? അപ്പം ഇനി അടുത്ത കട തപ്പട്ടെ. അല്ലടാ, ഇഷ്ടംപോലെ കടകളില്ലേ, എല്ലാ കടയിലും കയറി നോക്കാം. ഇന്ന് നമ്മുടെ കട വ്ളോഗാണ് ഗൈസ്. സുൽത്താൻ ബത്തേരിയിലെ തുണിക്കട വ്ളോഗ്. നിവർത്ത് ഓപ്പോസിറ്റ് പോകണം. എനിക്ക് മൂക്കുത്തി വാങ്ങണം. ഓപ്പോസിറ്റ് ടീക്കേ ഉള്ളത്. അല്ല ഇവിടെ കയറണ്ടേ? കൊട പൊക്കിപ്പിടി 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 ഗൈസ്. അതാ വൈകിട്ട് ഓ ഏറ്റവും നല്ല ശരണം ഗൈസ്. അങ്ങനെ അയ്യോ കൊട അതിനകത്ത് വെക്കാം ഗൈസ്. ഈ കടയിലെങ്കിലും നമുക്ക് ഡ്രസ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ വെളിവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൈങ്കിളിക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാൻ ഡ്രസ്സ് എടുത്ത കടയിൽ വാവാട്ട് വാവാട്ട് പിന്നെ വെറുതെ വന്ന് ചിരിച്ചെടുത്തിട്ട് പോകാം. പൈസ ഞാൻ ഡ്രസ്സ് എടുത്ത കടയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചി നല്ല ഡ്രസ്സ് ക്ലീനാക്കി എന്നാലും ഞങ്ങൾ ചവിട്ടി വൃത്തികേടാക്കിയിട്ടുണ്ട്. നോക്കാം പൈങ്കിളിക്ക് ഡ്രസ്സ് കിട്ടുമോ അതോ ഇല്ലയോ? അത് തന്നെ കിട്ടും. ഞങ്ങൾക്ക് കിട്ടും, മേടിക്കണ്ട കിട്ടും. പൈങ്കിളി ടോപ്പ് എടുത്തു, പക്ഷെ ആ ടോപ്പ് ഇപ്പം ഞങ്ങൾ ഗൈസിനെ കാണിക്കില്ല. അപ്പം അങ്ങ് ബർത്ത്ഡേക്ക് പാർട്ടിക്ക് ഇട്ടിട്ട് വരും. സർപ്രൈസ് ആണ് ഇല്ലേ പങ്ക? ഇഷ്ടമില്ലേ? മൊത്തല്ലേ? റെഡി അല്ലേ? ഇന്ന് ഇറങ്ങിയതാ. അപ്പൊ ഗൈസ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കട്ടെ, നമുക്ക് നോക്കാം. ഗായ്സ്, നമ്മളിത് വെളിച്ചെണ്ണ വാങ്ങാൻ വന്നേക്കാണ്. നമ്മളെപ്പോഴും വെളിച്ചെണ്ണ വാങ്ങുന്നത് ഇവിടെയാണ് തേങ്ങ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഈ മെഷീനിലിട്ട് ആട്ടി നമുക്ക് തരും കേട്ടോ. പിന്നെ ഇവർ ഈ വെളിച്ചെണ്ണ അല്ലാതെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ വാങ്ങുന്നൊരു സ്ഥലമാണ് അല്ലേ പങ്ക? ഹലോ, ഡ്രസ്സ് കിട്ടിയ അഹങ്കാരമാണോ? നല്ല തേങ്ങേൻ്റെ വറുത്ത തേങ്ങേൻ്റെ മണം കേട്ടോ. വാവ്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ വാങ്ങാം. നമ്മൾ 1 ലിറ്ററിൻ്റെ വാങ്ങാൻ വേണ്ടി പോവാം. ഓ വാവ്. അങ്ങനെ വെളിച്ചെണ്ണ വാങ്ങി വീട്ടിൽ പോവാണ് ഗൈസ്. ബർത്ത്ഡേ സ്പെഷ്യൽ ആനമൂക്ക് വീഡിയോ വാങ്ങണ്ടേ അല്ലേ? പങ്കര അടിപൊളിയായിട്ട് ഗൈസ് മൂക്കൂത്തി എടുത്തിട്ടുണ്ട്. കൊച്ചിന് എപ്പോൾ വന്നാലും ഗൈസ് മൂക്കൂത്തി എടുക്കണം. എന്ത് പറയാനല്ലേ അല്ലേ? ഹരി എന്തെങ്കിലും പറയണ്ടോ? 24 മണിക്കൂർ അതന്നെ. പിന്നെ അയ്യോ പഴുത്തേ കൊച്ചി 2 ദിവസം മൂക്കുത്തിക്ക് പകരം ഈർക്കിൽ കുത്തിച്ച് നടപ്പായിരുന്നു. കാരണം മൂക്ക് പഴുത്തിട്ട് അല്ലേ? ഇനി വീട്ടിൽ ചെന്ന് അടുത്ത വാങ്ങാൻ പിന്നെ പറഞ്ഞോ? ബൗജി സന്തോഷത്തിൻ്റെയാണ് ഗൈസ് കണ്ടോണ്ടിരിക്കുന്നത്. എന്താ പ്രശ്നം ഉണ്ടോ? അവരൊക്കെ നമ്മുടെ ഗോൾഡ് കവറിങ് കടയിലും മൂക്കുത്തി വാങ്ങാനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ എടുത്തോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ പണി ഇതാ. ഞാൻ കണ്ടില്ലേ വായം വിളിച്ചിരിക്കുക. നമുക്കെന്താ അറിയാം, ലിപ്സ്റ്റിക് ഇടുന്നു, കണ്ണും പൊടി നേരെയാണ് നോക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ പണിയൊന്നുമില്ല. എൻ്റെ സൈഡ് ബാഗ് എടുത്തില്ല, കാരണം സൈഡ് ബാഗ് വർഷങ്ങളായി ഒന്ന് വെള്ളം കാണിച്ചിട്ട് നോക്കുമ്പോൾ മഴ നനഞ്ഞിട്ട് ഭയങ്കര സ്മെല്ല്. അല്ല, നീലയായിരുന്നു, ഇപ്പൊ കറുപ്പ. ഇതിനൊരു മങ്ങലൊരു പുതിയതുമില്ലേ? അത് 2 മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത് പങ്ക? ഈ 2 ഈ മുക്കേറിട്ട് വെച്ചേക്കുന്ന പോകാനല്ലേ? ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേ, മൂക്ക് നിറച്ചാക്ക് ഉണ്ടേ നമുക്ക് വിടാലോ. സെപ്റ്റോ
ഇപ്പം എന്തിനായി ഒറിജിനൽ വേണമല്ലേ ഗൈസ്? ഒറിജിനൽ നമുക്ക് ചെയ്യണ്ടേ? ചെയ്യണം. നിങ്ങൾക്ക് നേവിൽ സ്റ്റഡ് അടിക്കണ്ടേ ഗൈസ്? ഇങ്ങനെയുണ്ട് പുളി അടിക്കുന്നുണ്ടോ? അയ്യോ ഇപ്പം ഇല്ല, ഇപ്പം ചിന്തയിലില്ല. ഇപ്പോൾ ഉള്ളത് ഇതൊക്കെയാ. നോക്കാം അല്ലേ? അമ്മച്ചിക്ക് അവര് മോതിരം എന്തോ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ നേവൽ സ്റ്റഡി അടിക്കാൻ മുമ്പ് അയാൾ ചോദിക്കോ നേവൽ എവിടെ? അയ്യോ പാട്ടി അതിനായോ? ഇഡ്ലി ചെമ്പിന്റെ അടുപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? മോളിൽ ഇങ്ങനെ പിടിക്കുന്നത് അതിന് അടപ്പുണ്ട്. ഇവിടെ എവിടെയാണ് എങ്ങനെ നേവൽ? അപ്പൊ നമ്മള് അവിടെ ഇല്ല, ഇടയ്ക്ക് നോക്കുക. ബോധം കെടില്ലല്ലോ അല്ലേ? മിക്കവാറും എടാ പോടാ. ഇപ്പൊ വെള്ളമൊന്നും ഇല്ലാത്ത കാരണം അതെ കൊണ്ടേ അതെ പറയാൻ പറ്റില്ലേ. അതെ അല്ലെ ഇപ്പൊ എല്ലാ ദിവസം കുളിച്ചിട്ടാ. അതെ കുളിയേ ഇല്ല, കുളിച്ചില്ലെങ്കിലും പെരപ്പുറത്താണല്ലോ. അത് തന്നെ, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തല്ലേ ഗൈസ്? ഗൈസ് കുളിച്ചില്ലെങ്കിലും പെരപ്പുറത്തായിരിക്കും. അതായിരിക്കണം. അതെ, കുളിച്ചാലും കുളിച്ചില്ലേലും അത് തന്നെ. നിങ്ങൾ പറ, ഞങ്ങളെന്ത് കുളിച്ചു അതുകൊണ്ട് പറയൂ ഗൈസ്. നിങ്ങൾക്ക് ടാസ്ക് കുളിച്ചിട്ട് കുളിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വെട്ടും. ഇന്നലെ ആയിരുന്നു പിന്നെ ഉണ്ടാക്കും. അതന്നെ അതെ. പൈങ്കിളിക്ക് ഗൈസേ മോശമായിട്ട് മൂക്കുത്തി കിട്ടിയ സന്തോഷത്തിലാണ്. ഇന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. പൈങ്കിളിക്ക് സർപ്രൈസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ സർപ്രൈസ് ഞങ്ങൾ കാണിച്ചു. നമുക്കും അറിയില്ല എന്താന്ന്. ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതാണ്. സെപ്റ്റം ഉണ്ടോ ചോദിച്ചു. ഇവിടെ സെപ്റ്റം ഉണ്ട്. നമുക്ക് ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള സെപ്റ്റംസ് ആണ്. ക്യാമറ ഒരു മിനിറ്റ്. ഒരുപാട് സെപ്റ്റംസ് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കണ്ടിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ട് നോക്കി വെക്കാം ഗൈസ്. ഇത് പിടിക്കട്ടെ. സെപ്റ്റം ഉണ്ട്. പക്ഷേ കുട്ടി വരില്ലല്ലോ അല്ലേ? ഒന്ന് നോക്കി മതി. ആറ്റിറ്റ്യൂഡ് ഇവിടെ അല്ലേ വേണ്ടേ? അയ്യേ അവിടെ ഇല്ല. നീ നേരത്തെ ഇപ്പൊ ഇവിടെയാണോ കാണിപ്പോയത്? ഇവിടെ ഹനുമാന്റെ അമ്മ എന്താ പേടിച്ചോ? പേടിക്കണ്ട, പേടിച്ചോ? കണിമംഗലം കോവിലൊക്കെ ജഗന്നാഥി തമ്പുരാട്ടി ഡയാന കേട്ടോ. 50 ഒക്കെ ആണെങ്കിൽ പിന്നെ നോക്കായിരുന്നു. അടുത്തുണ്ടോ? പൊളി രസമുണ്ടല്ലോ. ഇത് രസം അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇവിടെ സ്റ്റഡ് ഇട്ടോ അടിപൊളി. നല്ല ചിന്ന കിക്കിളി വന്നിട്ട് ഞാൻ തുമ്മി ഇങ്ങോട്ട് തിരിക്കും മുഖം. നല്ല രസമില്ലായിരുന്നു. നല്ല രസമുണ്ട്. അപ്പൊ ഇവിടെ സെറ്റ് കാണിച്ചാൽ പൊളിയായിരിക്കും. കുമ്പ പേടിക്കണ്ട, റെഡിയാ. അല്ല പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇത്. അയ്യേ പ്ലെയിൻ നമുക്ക് റൗണ്ട് ഉള്ളതുണ്ട് കേട്ടോ. റൗണ്ട് ഉള്ളത് നോക്കാം. ഇതും രസമുണ്ട്. പക്ഷെ അതാ എനിക്ക് അതാ ഇഷ്ടമായില്ലേ? എന്തായാലും ഞാൻ പറഞ്ഞ എടുക്കാൻ നോക്കൂ. നോക്കൂത്തി ഇതെന്താ വില കണക്ക് പറയുന്നോ? ഇതൊക്കെ എവിടുന്നാ പഠിച്ചത് എങ്കിൽ? സ്കൂളിലിട്. ആ വവട്ടിന്റെ മൂക്കിലിട്ടോ കേട്ടോ ഗൈസ്. എന്റെ ആനമൂക്ക് ആക്കി എടുക്കരുത്. പിന്നെ കുഞ്ഞുമൂക്കുന്ന പൊക്കി പിടിക്ക്. നേരെ നിൽക്കൊരു ഓമാന്റിക്ക് രസം ഇല്ലല്ലോ. കുറച്ച് മുകളിലേക്ക് ആക്കി. പക്ഷെ എനിക്കൊരു മോസ്റ്റ് രസം സത്യം പറയുക. എനിക്ക് എന്തോ സാധനം ഞാൻ ഇരിക്കുന്ന പോലെ തോന്നുന്നു. നീ എന്നിട്ട് വെക്കോങ്ക കത്തി. അത് സത്യം പറയാം നിങ്ങൾക്ക് ചേരുന്നില്ല കേട്ടോ. ഇല്ല പൈങ്കിളിക്കൊന്നും അവരിക്കും ചേരുന്നില്ല. ആണോ? അത് അസൂയ. അയ്യേ അതിട്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അത് ആദ്യം ഇത് റൗണ്ട് ഇട്ടോക്കെ കുറച്ച് മുകളിലേക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്ക്. അയ്യോ എനിക്ക് രസം തോന്നുന്നില്ല. ബാക്കിലേക്ക് ആക്കിയിട്ട് നോക്കി നോക്ക്. രസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സെപ്റ്റം ഞാൻ അടിക്കും. അത് അസൂയ. നോക്കട്ടെ. മുടി വെട്ടുമ്പോൾ റെഡിയാവും മറ്റേ മുടി ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് രസം തോന്നട്ടെ. എനിക്ക് വേണ്ട, അതന്നെ മതിയായി. അതെ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് എടുക്കുന്നുണ്ട്. ഇതൊന്ന് കൈ മാറ്റി വിടുന്നേ.
ഞങ്ങളുടെ കാലം കാര്യം കാലം ഇങ്ങോട്ട് മാറുന്നു. ഐറിസിന് 20 രൂപയ്ക്കുണ്ടത്. എന്തായാലും നമുക്ക് റിയൽ ആയിട്ട് അടിക്കുന്നുണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യമില്ല അല്ലേ? യെസ്, ഞാനത് വിചാരിക്കുന്നത്. ഗായ്സ്, അപ്പം അമ്മച്ചിക്ക് ഒരു രാമേൻ്റെ മോതിരം എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. രാമേൻ്റെ മോതിരം ഉണ്ടോ? ഇതൊക്കെ എൻ്റെ കയ്യിൽ ഞാനിട്ട് കാണിച്ചു കേട്ടോ. അയ്യോ, എൻ്റെ കയ്യിൽ മോസ്റ്റ് ഇരിക്കുന്നുണ്ടോ? ആമേൻ്റെ മോതിരാണേ. അപ്പം ഞാനത് കയ്യിലിട്ട് കാണിച്ചു തരാം. അതുണ്ടോ, നല്ല രസമുണ്ട് ഗൈസ്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുണ്ടോ മോസ്റ്റ് ആമ, ശരിക്കും ആമ പോലെ തന്നെ ഉണ്ട്. ആമ തന്നെ ഉണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അമ്മച്ചിക്ക് എടുത്തിട്ടുണ്ട്. ഇവർ പിന്നെ ഇവിടെ മോതിരങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് ഗൈസ്, ഇതുണ്ടോ, അവരെല്ലാം മോതിരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മോതിരം കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നി. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഇതിലെടുക്കാൻ പറ്റും നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഈ മോതിരം എനിക്ക് മോസ്റ്റ് എടുക്കണം. നല്ല രസമുണ്ട് ഗായ്സ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ TK എന്നുള്ള ഷോപ്പിലാണ്. ഇവിടെ ശരിക്കും നമ്മളൊരു ടോപ്പ് എടുക്കാൻ വന്നതായിരുന്നു. പക്ഷേ നമുക്ക് നോക്ക് 200 and something ഇലക്ക് നമുക്ക് നോക്ക് സ്ലീവ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള നമുക്ക് ഉടുപ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ നല്ല രസമുണ്ട് ഗൈസ്, നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ സ്ലീവായിട്ട് തന്നെ ഇടാനാണ് ഗൈസ് ഇഷ്ടം. അതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. നോക്ക്, അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രയലിന് വേണ്ടിയിട്ട് നോക്കിയതാണ്. നമ്മൾ എന്തായാലും ഞാൻ ഫുൾ സ്ലീവിൻ്റെ ടോപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടി എനിക്കാണെങ്കിൽ യെല്ലോ കളർ ഗൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ മിറർ വ്യൂ കാണിച്ചു തരാം. അതുകൊണ്ടോ, നോക്ക് ഗൈസ്, ഇഷ്ടമുണ്ടോ? ഇഷ്ടമായോ? അത് ചിരിക്കല്ലേ, നല്ല രസമുണ്ട്. നല്ല രസമല്ലേ? ഹലോ, ഒന്ന് മാറിക്ക. ഹലോ പ്ലേസ്. അയ്യോ, ക്രീമാണ് ഇട്ടത്. അല്ല, ക്രീമാണ് എടുത്തത്. നോക്ക്, ഞാൻ മീഷോയിലെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. ഞാൻ പറയാറില്ലായിരുന്നു ഇങ്ങനത്തെ എടുക്കണം. ആഗ്രഹമായില്ലേ? അതേപോലെ തന്നെ ഇത് എത്ര? 200 എത്ര? അയ്യോ, ഇത് എൻ്റെതാണോ? ഇതിൽ 99, 300. ഒന്ന് മാറുമോ? ഞാൻ ഒറ്റ ഷോട്ട് ഗൈസ്. ഞാനാണ് ഈ കടയിൽ ചെന്ന് എല്ലായിടത്തും ഡ്രസ്സിൻ്റെ ഇടയ്ക്കൂടെ ചെന്ന് ഇടിയാ. ഇതുണ്ടോ ഗൈസ്? അതാ നോക്ക്, നല്ല ഡ്രസ്സുണ്ട് ഗൈസ്. അത് കുഴപ്പമില്ല. എന്നാലും എനിക്ക് മഞ്ഞ കളർ, അത് ആകെ ഈ ഒരു മഞ്ഞേ ഉള്ളൂ. ഈ മഞ്ഞേ ഉള്ളൂ, ആകെ മഞ്ഞ ഞാൻ പൊക്കി. എന്നാലും എനിക്ക് ഇഷ്ടമായി ഗൈസ്. അപ്പോൾ എന്നാലും എടുക്കാല്ലേ? മേ സെറ്റല്ലേ? അമ്മ ഇഷ്ടമായോ? അമ്മേ ഭയങ്കര ഇഷ്ടമായി. അടിപൊളി അടിപൊളിയല്ലേ? ഇത് പിടിക്കാമെന്ന് അഴിച്ചു തരാം. എൻ്റെ ഹെയർ സ്റ്റൈൽ പോകുമെന്ന് അറിയുന്നില്ല. ഞങ്ങൾ ലൈവായിട്ടുള്ള ഓനോ വാവാറ്റി ഇട്ടു ഗൈസ്, നല്ല രസമുണ്ട്. ആ നമ്മൾ ഇല്ലില്ല, അമ്മക്കുട്ടി ഒന്നല്ല. എടാ, അതാ ഉടുപ്പിന്റെ കൈ ഉള്ളതുകൊണ്ട് തോന്നുന്നു. ഇതാട്ടമ്മേ വലിയ പറയണ്ട. എനിക്ക് എന്തായാലും എല്ലാം നല്ല ഇഷ്ടമായി. ഞാൻ ഇനി ബാക്കിലേക്ക് ഹലോ മമ്മ, ഈ എല്ലാം ഈ ഒരെണ്ണം ഉള്ളൂ, അത് ഓർത്ത് നോക്ക്. എനിക്ക് വേണ്ടിയിരുന്ന എല്ലോയാ, കണ്ടോ? ഇനി നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ കുറച്ച് പക്ഷെ ഇതിന് ഇറക്കം കുറവാണ്. ഹലോ, അങ്ങനെ എസ്തെറ്റിക് നോക്കുക. കേട്ടോ, അങ്ങനെയുള്ളതിന് തപ്പി കണ്ടുപിടിക്കണോ? ഹലോ, ടാസ്ക് എസ്തെറ്റിക് വിന്റേജ് പങ്കൻ. അതെ, പങ്ക നീ എടുക്കാനാണോ? കൊച്ചിന് എത്ര ഡ്രസ്സാ? 2 ഡ്രസ്സൊക്കെയോ? ഇത് കളി എന്നാ മാറ്റി, നമുക്കൊരു എല്ലാവരും 2 വേണമെന്ന് പറഞ്ഞു. ഹലോ, ശരി. എടാ, ഈ പച്ച വേണോടാ? അല്ലെങ്കിൽ ഇത് വേണോ? ഇത് ഇടടാ. ഇത് വേണ്ടല്ലോ, ഇത് തന്നെ മതി. സമയം പോകുന്നുണ്ട് കേട്ടോ. ഗായ്സ്, ദിസ് ഈസ് മൈ ന്യൂ ഫ്രണ്ട്. നിങ്ങൾ വേഗം തന്നെ, ഇതാണ് നമ്മുടെ പേര്. ഇതെനിക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോട്ടോ. ഈ പ്രതിഭ അങ്ങാ മറിഞ്ഞ് മേത്ത് വീഴൂട്ടോ. ഫ്രണ്ടിന്റെ കൈ ഉണ്ടോടെന്ന്. ഫ്രണ്ടിന്റെ പേരാണ് സുലൈമാൻ. എത്ര എഴുന്നേറ്റ്? ആ അതെ, 199 അറിഞ്ഞേ. ബില്ല് കണ്ടിട്ട് നോക്കാം. 300 rupees. 300 rupees. ഒറ്റയടിക്ക് 900 കഴിച്ചു. അതെ, 200 കണ്ട് കാര്യമില്ല. 299 ഉണ്ട്. 9 കൊടുക്കണ്ടേ?
നമ്മളങ്ങനെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ പാർട്ടിക്ക് ഞങ്ങൾ ഈ ഡ്രസ്സ് ഇടാം കേട്ടോ. നമുക്ക് പാർട്ടിക്ക് നമുക്ക് നോക്കി ഡ്രസ്സ് ഇടാം അല്ലേ? ബർത്ത്ഡേകള് അപ്പൊ ഇന്ന് രാത്രിക്ക് നമ്മൾ റെഡി ആയി നിൽക്കണം. അത് കൊടുക്കണ്ടേ? അതെടുക്കണ്ടേ? ഞങ്ങളുടെ ചാക്ക് തരുന്നില്ല. എന്റെ മൂക്കൂട്ടി ഓ ബാക്കിയുള്ളവർ വേറെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ TKയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ പണ്ട് നമ്മൾ ജീൻസും ടോപ്പൊക്കെ പണ്ട് എടുത്തിട്ടുണ്ട്. ധാവണി എടുത്ത് നമ്മൾ ഇവിടുന്ന്. പിന്നെ ധാവണിയല്ലേ? പണ്ട് കേട്ടോ. പണ്ട് 2-3 വർഷം മുമ്പ്. വിഷുവിന് അമ്മയ്ക്ക് ധാവണിയും നമുക്ക് വിഷുവിനുള്ള ക്ലോത്ത്. അത് അട വെച്ചിട്ട് വിരിഞ്ഞോന്നറിയില്ല കുഞ്ഞ്. ജീൻസ് എന്ത് ചെയ്യും? ജീൻസ് തന്നെ താന്നു വരും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? കേക്കൊക്കെ വാങ്ങണ്ടേ? സമയല്ല, വാ ഓടാം. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ സുൽത്താൻ ബത്തേരി നമ്മുടെ ഗണപതി അമ്പലത്തിലാണുള്ളത്. ഗണപതിക്ക് പൈങ്കിളിനെ ഭയങ്കര ഫേവറേറ്റ്. അതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് പ്രസാദം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ കഴിപ്പിക്കാതെ തന്നെ നമുക്ക് പ്രസാദം കിട്ടും. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഇന്ന് അമ്പലം തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന് അമ്പലത്തിൽ കയറുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറാൻ പോവാം. നിന്നെ ഗണപതി വിളിച്ചു വാങ്ങാ. എല്ലാം ഇപ്പൊ തുറക്കണ്ടല്ലോ, നമ്മളൊന്നും ഇപ്പൊ തുറന്നിട്ടില്ലായിരുന്നു. എന്താ മമ്മി ഇത് പിടിക്ക്. കൊടേൻ്റെ ഉള്ളിൽ വെക്കണേ. അന്ന് വന്നപ്പോൾ തുറന്നില്ലല്ലോ അല്ലേ? എന്നിട്ട് ഇന്ന് തുറന്നത് എന്താ അത്ഭുതം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ നമുക്ക് ചെരുപ്പഴിച്ചിട്ട് നമുക്ക് കയറാം കേട്ടോ ഗൈസ്. അമ്പടാ എന്താലേ. ലെറ്റ്സ് ഗോ ഗൈസ്. അമ്പലം എന്താ ഇത്? ഇത് നല്ല ഇരുട്ടാലേ, മഴ ഇരുട്ടാന്ന് തോന്നുന്നു ഗൈസ്. കണ്ടോ അമ്പലം? ഇപ്പൊ തുറന്നുള്ളൂ. വാ, സോക്സ് അഴിക്കണല്ലോ. അവിടെ സോക്സ് അഴിച്ചോട്ടോ. സോക്സ് അഴിക്കണം നനയേ. ഞാൻ സോക്സ് അഴിച്ചോളാം ഗൈസ്. സോക്സ് അഴിച്ചില്ലേ പണി കിട്ടും. കാരണം മുഴുവനും നനയും. മണ്ടന്മാർ അഴിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഞാനത് അഴിച്ചു. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വിശന്ന് വലിഞ്ഞ് നിൽക്കുവാണ് ഗായ്സ്. മഴയത്ത് എങ്ങനെ ഒന്ന് വീട്ടിൽ പോവാം. ചോറും ബീപ്പും അയ്യോ നനയുന്നു. ഹലോ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ മഴയത്ത് കുടയൊക്കെ ചൂടി നടന്നു പോവാണ്. അപ്പോൾ ഇതുണ്ട് ഇവിടുത്തെ ഒരു ഗൈസ്, ഇതൊരു പെട്രോൾ പമ്പാണ്. പക്ഷേ നമ്മുടെ കലാജാതിയിൽ നമ്മൾ ഇതേ ഫുഡ് കഴിച്ച് നടന്ന സ്ഥലം അവിടെയാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയത്. അവിടെ വണ്ടി ഉണ്ടെന്നേ. കുട പൊക്കി പിടിച്ചേ. കുട പൊക്കി പിടിക്കും. അണ്ണാമാരെ കണ്ടിട്ട് അണ്ണാന്മാരോ? ഹലോ എന്തോ ഞാൻ വലുത് പറയാൻ വന്നിട്ടോ, മറന്നു. എനിക്ക് വിശപ്പാണ്. അതെന്താ കണ്ണാടിയില് ബ്ലാക്ക്? അയ്യോ അത് വെള്ളം വീണത്. ഗൈസ് നല്ല മഴയുണ്ട് കേട്ടോ. എന്റെ ബർത്ത്ഡേക്ക് അലയിലാണ് ഗൈസേ. അയ്യോ അലയിലോ? മഴയത്ത് നാളെയല്ലേ? അല്ല എന്തായാലും വന്നത്. അയ്യോ കൊട ചുരുക്കണ്ട. അത് അവരുടെയൊക്കെ തലയിൽ മുട്ടിയാൻ പോകുന്നത്. അതല്ലത് വേറെന്തോ പനച്ചെടിയും പോലെ ഉണ്ട് ഗൈസ്. PP ഉള്ള കുട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വേഗം PP ഉള്ള കുട. ഓ ഗായ്സ്, നമ്മുടെ തലച്ചുല്ലൻ ക്ഷേത്രത്തിൽ ഇത് ഗൈസ്. അമ്മേ ഇവിടെ കണ്ടോ നമ്മുടെ ശിവനും പാർവതി. നമ്മൾ എൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നോക്ക് അമ്പലം തുറന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിനി അവിടെ കയറുന്നുണ്ടാവില്ലായിരിക്കും. തിരക്കുള്ളതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് പോവുകയാണേ. ഇത് അവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഹലോ കണ്ടോ ഗൈസ്? മമ്മ എന്തിനാ ഗൈസ് കുട വിടുന്നത് ഗൈസ്? അയ്യോ ക്യാ ഹോ റഹി ഹേ? ഛത്രി का फाइट है यहाँ. ഞങ്ങൾ കുട മമ്മേനെ കൂടെ നിറച്ച് വെള്ളം നേരത്തെ ഞങ്ങൾ കുളം കണ്ടായിരുന്നു ഗൈസ്. മഴ പെയ്തു. ബത്തേരിയിലെ ആൾക്കാർ പറയായിരുന്നു കേട്ടോ, ചെറിയ മഴ പെയ്താൽ വരെ വെള്ളപ്പൊക്കാന്ന്. ഇപ്പഴാ മനസ്സിലാവുന്നത്. കുഞ്ഞു മഴ പെയ്താൽ വെള്ളപ്പൊക്കാണ്. അയ്യോ എന്റെ ഗൈസ് വെള്ളം എന്തൊരു മഴ. बारिश होकर भी यहाँ कोई वेस्ट नहीं है. ये तो बड़ा बारिश के साथ वेस्ट कब आएगा? कैसे आएगा? बस मुझे लगता है बारिश आने पर आकर को बहुत मड़ी आ जाइए.
എന്റെ പൈങ്കിളി എന്നെ എന്റെ ദൈവമേ എന്റെ കാഴ്ച ഇത്രയും മഴ എന്തിനാ ഞങ്ങളെ നനയ്ക്കാനല്ലേ അതോ നമുക്ക് വെള്ളം കിട്ടൂടാ അതന്നെ അതുകൊണ്ടാ ഇന്ന് പെയ്താ പിന്നെ നമ്മളെ നനയ്ക്കാലോ എന്താലേ മഴ വരെ അയ്യോ ഹലോ അയ്യോ ഇനി കേക്ക് വാങ്ങാനുള്ള പോക്കാട്ടോ കാഴ്ചയെ അങ്ങനെ മഴയത്ത് ഞങ്ങൾ അറ്റ്ലാസ്റ്റ് ഒരു സ്ഥലത്ത് വന്ന് നിന്നേക്കുവാണ് മമ്മയും അവരെ എവിടെ നമുക്ക് വെറുതെ നോക്കാം കാണിച്ചു തരാം അവർ ചിക്കൻ വാങ്ങുവാണ് കാര്യം കണ്ടോ ചിക്കൻ വാങ്ങാൻ വായി വിളിച്ച് നിൽക്കുവാണ് രണ്ടുപേരും കണ്ടോ മഴയത്തൊന്നും ആവില്ല അപ്പോൾ ഞങ്ങളും കൂടി അവിടെ നിന്ന് ഈ വണ്ടികളൊന്നും പോകില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സൈഡായിട്ട് നിൽക്കുവാണേ കണ്ടോ അപ്പോൾ ഇവിടെ കൂടി വണ്ടികൾ ഇങ്ങനെ പോകുന്നതാണ് ആ മോളിൽ കൂടി പോയി അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതിന് തൊട്ടടുത്താണ് കൈസ് എൻ്റെ ബാട്ട് ക്ലാസ് ഉണ്ടായിരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എവിടെ അല്ലേ അവിടെയാണ് പണ്ടത്തെ അവിടെ ആയിരുന്നില്ല അവിടുന്ന് താഴേക്ക് പോയി എടാ എന്റെ തല ഹലോ കൊച്ചടല അതോ കൊട ലീക്ക് അതോ കൊടയില് അതോ കൊട എന്തൊക്കെയാ അതോ ഹോളുകൾ ഇതിന് കൊട പാറ്റ് തരുന്നുണ്ടോടാ വന്നിട്ട് കൊട നിവർത്തി പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എടാ ഞാൻ മാവേലിയാണല്ലോ ഓ അപ്പൊ കുഞ്ഞാച്ചി എന്തായിരുന്നു പറ ഞാൻ പോട്ടെ നിനക്ക് ബർത്ത്ഡേ നേരത്തെ ആദ്യം വലിയ ആളാവുണ്ട് കേട്ടോ ഇവിടെ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടില്ല നിന്റെ ബർത്ത്ഡേ അയ്യേ എന്റെ ആദ്യം കഴിഞ്ഞത് നിനക്ക് അതിൽ സമ്മാനം തന്നോളാം സമ്മാനം കിട്ടിയില്ലേ ഏത് സമ്മാനം 10 സമ്മാനം സമ്മാനമല്ലായിരുന്നോ പിന്നല്ലേ നിനക്കെന്ത് സമ്മാനം കിട്ടി അയ്യേ സമ്മാനം കിട്ടില്ല അല്ലേ അയ്യേ ബർത്ത്ഡേ അല്ലേ കുഞ്ഞാച്ചിനെ കഴിഞ്ഞുള്ളൂ കളിയാക്കാനുള്ള ആള് കളിയാക്കി പൈങ്കിളി ഇല്ല കേട്ടോ ഗൈസ് പൈങ്കിളി തന്നെ ആളില്ല അയ്യേ സമ്മാനം കിട്ടിയില്ല അയ്യോ ഇനി കിട്ടിക്കോ സമ്മാനം കളിക്കുന്നത് നീ എന്താ കളിക്കുന്നേ നമുക്ക് നിനക്ക് കേക്കില്ല നിനക്ക് കേക്കില്ല അത് പണ്ടത്തെ കേക്ക് ശരി നീ തിന്നണ്ട എടാ പൈങ്കിളി ആ സൈഡിലൊന്നും പോയി ചവിട്ടല്ലേ ആൾക്കാരൊക്കെ ഇതൊന്നൊക്കെ ഉപ്പിയൊക്കെ ഇട്ടതാണേ നീ എന്തിനിപ്പോ ഇത് ആക്കാൻ പറ്റും മഴ നനയാണെന്ന് എന്ത് വിടറാ എന്താണ് എഡിറ്റ് ചെയ്തപ്പോ ടിവിയില് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോ എന്നോട് വെള്ളച്ചുണ്ടും കൊണ്ട് ഉറങ്ങുന്നുണ്ടോ അയ്യോ കാളുടെ ഈ തോൽപ്പിച്ച് കഴുത്ത് വരെയാ പാടായി കിടക്കും മകം പിന്നെ വായടച്ചാലും വായടയില്ല പറയും അത് അധികം ബെസ്റ്റ് എന്നാ അപ്പൊ കണ്ടക്ടറിനെ ഡ്രൈവറിനെ ഒക്കെ പേടിപ്പിച്ചോണ്ട് കിടക്കുന്ന കൊച്ചു അങ്ങനെ പയ്യലിന്റെ മൂക്കുണ്ടല്ലോ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനല്ല അവൻ മൂക്കുണ്ടാ ജോക്കർ പോലെ റബ്ബർ പാൻ ഇടാൻ പറ്റും നിന്നെ പിന്നെ അവരുടെ റിബൺ കട്ടിയാക്കാൻ പറ്റുമോ പിന്നെ കേക്ക് വാങ്ങാൻ പോകാൻ പറ്റും അവര് പോയോ നമ്മളെ കൂട്ടാതെ നമ്മൾ കേക്ക് വാങ്ങാൻ മത്തായിസ് എത്തി നിനക്ക് പിടിച്ചെന്താ കുഴപ്പം ഇനിയിപ്പോൾ കേക്ക് ടെസ്റ്റ് ചെയ്യണം കേക്ക് കേക്ക് അതന്നെ കേക്ക് നോക്കണം ഇവിടെ അല്ലേ കേക്കുള്ളൂ പിന്നെ ഇവിടെ ആരും ഇല്ലേ ഹലോ ഹലോ എന്താ ഇളിഞ്ഞോണ്ട് നിൽക്കുക ഓഹോ ഓട്ടോക്കാരുടെ പരിപാടിയാണോ നേരത്തെ ഒരു കടയാണ് നീ ഇത്ര ഇളിക്കുന്ന ഈ തല കണ്ടിട്ടാണോ ഈ തലയിൽ ഇത്ര ഇളിക്കാൻ എന്താ ജോക്കറിന്റെ തൊപ്പി ഇടിച്ചിട്ടുണ്ടോ ഇത് എന്താന്ന് ഇവിടെ ആരും ഇല്ലേ ഞാൻ ഇറങ്ങിപ്പോവാം വാ പിന്നെ വേറെ കടയില്ലാത്തോണ്ടാണ് വേറെ കടയില്ല ഈ ഭാഗത്ത് ഞാൻ പോട്ടെ ഞാൻ അങ്ങനെ കൂടെ പഠിച്ചാലും കണ്ടാ പിന്നെ ഈ ലോകത്ത് നിൽക്കില്ല വില അറിയാതാണോ നിൽക്കുന്നേ എന്താ അവസ്ഥകളാ പിന്നെ പേടിയാണോ ഞങ്ങളെ അല്ലേ വില പറയാൻ പേടിയുന്നേ ഏതെങ്കിലും എടുത്തിങ്ങതാ ഞങ്ങൾ പോട്ടെ എന്തൊക്കെയാ കാണിക്കുന്നത് എൻ്റെ ദൈവമേ കുറെ കറുത്തയും വെളുത്തയും കേക്കും ഉണ്ട് വില ഇട്ട് പറയുന്നുമില്ല ഇത് ദാരിദ്ര്യമാണോ ഈശ്വര വില പറഞ്ഞ് ഏതെങ്കിലും നോക്കട്ടെ ഇപ്പൊ തൽക്കാലം ഗായ്സ് അപ്പം നമ്മൾ ചോക്ലേറ്റിന്റെ കേക്ക് എടുത്തിട്ടുണ്ട് പൈങ്കിളിന്ന് മതിയോ പൈൻകിളി എന്നാണോ പങ്കന്ന് വേണോ ഇത് പൈങ്കിളി പങ്ക മതിയോ പൂങ്കിളിനാ പൂങ്കിളി മതിയോ പൈങ്കിളി മതി
അപ്പോൾ വാങ്ങാം ഗൈസ്. ഇതേ ഗൈസ് നമ്മുടെ കേക്ക് ഇതാ, ഈ കാണുന്നതാണ് നമ്മുടെ കേക്ക്. ചോക്ലേറ്റിന് എത്ര ഇപ്പോൾ? ചോക്ലേറ്റ് ചിക്കു വരെ. ചിക്കു നല്ല ടേസ്റ്റ് അല്ലേ? ചിക്കു മതി എന്നാൽ. മതി മതി മതി. ഗൈസ് നമ്മളിത് ഐസ്ക്രീം വാങ്ങി, മിഠായി വാങ്ങി, ഇവിടെ ചിലരൊക്കെ നനഞ്ഞ മുടി ഇതാക്കുന്നു. സ്നാക്സോ നോക്കട്ടെ. ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കണം. വാമറ്റയുടെ ജിലേബി. ജിലേബി ഉണ്ടെന്നേ. ഇപ്പൊ പിന്നെ അപ്പൊ തിന്നാൻ വാങ്ങുന്ന പറയുന്നത് കേക്ക് മതി. കേക്ക് നമുക്ക് നോക്കാം. ഗായ്സ് പങ്കന്റെ കേക്ക്. ഓതാ ബില്ല്. അതെ ഗായ്സ് നമ്മുടെ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാവരും വയറ് നിറച്ച് തിന്നാൻ പോവാണ് ഗൈസ്. അപ്പൊ എന്താ ചെയ്യല്ലേ, നമ്മളിനി ബില്ലടച്ചിട്ട് നേരെ നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മളിതേ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതേ എല്ലാവരും ഷോപ്പർ നിറച്ച് ഷോപ്പറും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കടലും വന്ന് നമ്മൾ വെള്ളം കളഞ്ഞ് കുടയിൽ ഇപ്പോൾ വെള്ളമില്ല. മഴ പെയ്താൽ പക്ഷെ നമ്മൾ നനയും. അപ്പോൾ നമുക്കിനി പോവാം. അമ്മ ഈ പുല്ല നമ്മുടെ കാടിൽ ഫുള്ള് കിടക്കുന്നത്, കാടായിട്ട് കിടക്കുന്നത്. നമ്മുടെ വീട്ടിൽ കാടായിട്ട് കിടക്കുന്നത് ഈ ഗാർഡനിങ് ചെയ്യുന്ന ചെടിയാണ് ഗൈസ്. അങ്ങനെ വെറൈറ്റീസ് ഓഫ് വെറൈറ്റി കുറേ ചെടികളുണ്ട് ഗൈസ് കാട്ടിൽ. കാട്ടിൽ പോയാൽ കുറേ ചെടി കിട്ടൂലേ. ഹലോ ഡള്ളാണോ? ഹലോ അതെ ഡള്ളാണ് ഗായ്സ്. അപ്പോൾ നമ്മളിത് സാധനങ്ങളൊക്കെ വാങ്ങിയ സൈഡിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് വാവാറ്റും അമ്മയും കൂടി ഇത് കുറച്ച് സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിയിട്ട് വരുന്നത്. ഇല്ല ഞങ്ങൾ വരിക ഗായ്സ്. അപ്പോൾ നമ്മൾ ഇനി ഓൺ ദ വേ പോവാണ്. ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷേ പ്രിയദർശിനി ബസ്സൊന്നുമില്ല ഗൈസ്. സോറി, ബസ് സ്റ്റോപ്പല്ല, ബസ് സ്റ്റാൻഡ്. പ്രിയദർശിനി ബസ്സിലല്ല നമ്മൾ കയറിയാൽ. നമ്മളപ്പോൾ മേരിമാതേ കയറാൻ പോവാണ്. ഭയങ്കര കേക്ക് നനയും കേട്ടോ. അയ്യോ അവസ്ഥയാണ് ഗൈസ്. ഗായ്സ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ പങ്ക? അതെ. ഓ വെഴുതിരി നീപ്പട്ടേക്ക് എൻ്റെ കൂടെ ഉണ്ട് പങ്ക. വെഴുതിരിയുണ്ട്, ചൂടാൻ പാടില്ല. എന്നാ അതോട് കുറേ വെഴുതിരി ഉണ്ട്. എല്ലാം ഒന്നും കാണുന്നില്ല. അത്രയും കണ്ടാൽ മതി. ഹലോ ഗായ്സ് അവരിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ പൈസ അമ്മയ്ക്ക് ഒന്നില്ലേ. ഇനി ഗായ്സ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ആ സർപ്രൈസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബസ് എടുക്കാൻ കാത്തിക്കാം. ഒന്ന് കുഞ്ഞായിട്ട് പോത്താം ഗായ്സ്. അങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പങ്കനൊരു സർപ്രൈസ് ഉണ്ട് ഗായ്സ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഒരു കൊറിയർ വന്നിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ആ കൊറിയർ ഇതേ പങ്കൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. കൊച്ച് വെരി ഹാപ്പിയാണ് ഗായ്സ്. ക്യാമറ എടുത്തേ. ഹലോ എങ്ങനെ കാണാൻ ഇതിന് 2 കവറുണ്ട്. തണുക്കല്ലേ, നോക്ക് എന്ത് മഴയല്ലേ. നോക്ക് പുഴയാലോ, മഴ പുഴ. മഴയാണോ പുഴയാണോ? തണുപ്പത്ത് അങ്ങനെ ഒന്നും പിടിച്ച് വരട്ടെ അല്ലേ. അല്ല പൈങ്കിളി എങ്ങനെ വാങ്ങും? പൈങ്കിളിന്റെ കയ്യിൽ ഓൾറെഡി കേക്ക് ഇല്ലേ? ആരുടെയും കയ്യില്ലല്ലേ. ഇത് കണ്ടില്ല എൻ്റെ കൈ ബസ്സിൽ ഇരുന്നപ്പോഴായിരുന്നു. അയ്യോ കേക്ക് അമ്മേൻ്റെ അടുത്താ. പൊട്ടും എഴുതിട്ടുണ്ടല്ലോ ഓൾറെഡി. വയൽ ആരാ? വെള്ളിമല വയനാട് കേരള ആരാന്നല്ലോ അല്ലേ. ഇല്ല ആരാന്നില്ല. എടാ പൊട്ടാ ഉള്ളിൽ എഴുതിയിട്ടില്ല. ഹാൻഡിൽ വിത്ത് എന്തോ ഒരു മലയാളം വാക്ക് ഇവിടെ അതായില്ല. വീട്ടിൽ നമുക്ക് നോക്കണ്ടേ. ഹാൻഡിൽ വിത്ത് പൊട്ടെന്ന് കണ്ണില്ല. ഡോൺ ഷേക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. നേരെ പിടിച്ചോ. എവിടെ ഡോൺ ഷേക്ക്? ഈ പൊട്ടന് കണ്ണില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്ക് മോശമായിട്ട് കവർ ചെയ്ത് കിട്ടുന്നത്. എനിക്ക് ടൈമൊന്നും അല്ല കേട്ടോ. ആരെങ്കിലും വാങ്ങി പിടിക്കുമോ? ബർത്ത്ഡേക്കാണ്. നോക്ക് എന്റെ കയ്യിൽ നോക്ക് എന്താണ്. അത് പൈങ്കിളിന്റെ കയ്യിലേക്ക് കൊടുക്കും. ഗായ്സ് ഞങ്ങളെന്താ ഒന്ന് ശരിയാക്കട്ടെ. എനിക്കൊരു കൈ ഒഴിവ് കിട്ടുമല്ലോ. ക്യാമറ തലയിൽ വെക്കണ്ട ഗായ്സേ. ഈ കൊറിയർ തന്നെ നമ്മുടെ ആളുടെ പേര് ആ സൈഡിലുണ്ട്. ഗായ്സ് പേരും കൊണ്ട് കാണിക്കേ. ഞങ്ങളിപ്പോഴാണ് ഗായ്സ് പേര് വേണ്ടത്. വാവ് എന്തായാലും മോസ്റ്റ് പങ്ക.
കൊച്ചിനിപ്പോ കേക്കൊന്നും വേണ്ട കേട്ടോ. കണ്ടോ ഗൈസ്, ഹാൻഡിൽ വിത്ത് കെയറെന്നും എന്താ ഡോണ്ട് ഷെയ്ക്കൊന്നും കുറെ കാര്യങ്ങളൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ടോ. മഴ നനഞ്ഞു പോകുന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഹാൻഡിൽ വിത്ത് കെയർ ആക്കിക്കോ അല്ലേ? എന്തായിരിക്കൂല്ലേ ഇതിന്റെ ഉള്ളില്? ദൈവമേ, എനിക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ആവുന്നു ഗൈസ്. എന്റെ ഗായ്സയാണ് നമ്മളിത് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടോ ഒന്നും പറയണ, മുഴുവനും നനഞ്ഞു. തണുത്തിട്ട് മേല നോക്കിച്ചേ. പങ്കന് ഗിഫ്റ്റ് കണ്ട് പങ്കൻ ആകെ അത്ഭുതപ്പെട്ട് വാ പൊളിച്ചു. അമ്മ ഞാൻ കണ്ടപ്പോ ഇവിടെ കുഞ്ഞിക്കുട്ടനെ, എന്റെ കുഞ്ഞിക്കുട്ടനെ, എന്റെ കുഞ്ഞ്. അയ്യോ ആണോ എന്റെ ദൈവമേ? ആണോ ഗായ്സ്? അപ്പം മോസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗായ്സേ. എന്താ പറയണെന്നറിയില്ല. അപ്പൊ പങ്കന്റെ ചാനലില് പങ്കൻ അൺബോക്സിംഗ് വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്യാ. അതെ, അതെ, വ്ളോഗ് വിത്ത് പൂങ്കിളി. അത് ഗിഫ്റ്റ് അൺബോക്സിംഗിന് ബർത്ത്ഡേ ഓൺ ദ വേ ഉണ്ടാകും. അപ്പം ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച്. അപ്പം നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ് ഗൈസ്? സന്ധ്യാമൊക്കെ ചൊല്ലണം, ഡ്രസ്സൊക്കെ മാറണം, ഫ്രഷ് ഒക്കെ ആവണം, കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ബർത്ത്ഡേ പാർട്ടി വ്ളോഗിൽ നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പോൾ മോസ്റ്റ് അൺബോക്സ് ചെയ്യാൻ എനിക്കും ഇൻട്രസ്റ്റ് ആവുള്ളൂ അല്ലേ മക? അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. മോസ്റ്റ് ഹാപ്പിയാണ്, മോസ്റ്റ് സന്തോഷമാണ്. പ്രത്യേകിച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതന്നെ, മോസ്റ്റ് ഹാപ്പിയാണ് ഗൈസ്. താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങൾ ഫ്രഷ് ആവട്ടെ ഗൈസ്. അപ്പം നമുക്ക് അടുത്ത പാർട്ടി വ്ളോഗിലൂടെ കാണാം. ലെറ്റ്സ് ഗോ.